2024 എന്തൊക്കെയാണ് ഇന്ത്യക്കാർ ഗൂഗിളിൽ തിരഞ്ഞത്? അതിൽ ആവേശത്തിലെ ഇലുമിനാറ്റി പാട്ടുണ്ട്, ഓണസദ്യയുണ്ട്, മാങ്ങ അച്ചാർ വരെയുണ്ട്. പക്ഷെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് IPL ആണ്. ഇന്ത്യക്കാരുടെ ക്രിക്കറ്റ് അഭിനിവേശം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കണക്കാണത്. IPLന് തൊട്ടു പിന്നാലെ 2020 വേൾഡ് കപ്പ്, ഭാരതീയ ജനതാ പാർട്ടി, 2024 ഇലക്ഷൻ റിസൾട്ട്, 2024 ഒളിമ്പിക്സ് എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഇന്ത്യക്കാർ ഗൂഗിളിനോട് ചോദിച്ചത്. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്ത വ്യക്തി വിനേഷ് ഫോഗട്ടാണ്. ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ബ്രിജ് ഭൂഷൺ എന്ന BJP MP-ക്കെതിരെ പോരാടി കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച ഗുസ്തി താരങ്ങളുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത, പാരീസ് ഒളിമ്പിക്സിൽ സുവർണ നേട്ടത്തിന് തൊട്ടടുത്തെത്തിയ ശേഷം പരാജിതയായി തലകുനിച്ച് മടങ്ങേണ്ടി വന്ന, ഒടുവിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ BJPയെ ഇടിച്ചിട്ട വിനേഷ് ഫോഗട്ട്. രാഷ്ട്രീയ നേതാക്കളായ നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ, ക്രിക്കറ്റ് താരം ഹർദിക് പാണ്ഡ്യ, പവൻ കല്യാൺ എന്നിവരാണ് ഈ പട്ടികയിൽ വിനേഷ് ഫോഗട്ടിന് പിന്നിലുള്ളത്. സിനിമകളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞത് രാജ്കുമാർ റാവുവും ശ്രദ്ധ കപൂറും അഭിനയിച്ച സ്ത്രീ 2 എന്ന സിനിമയെക്കുറിച്ചാണ്. കൽക്കി, 12th ഫെയിൽ, ലാപ്പത്ത ലേഡീസ്, ഹനുമാൻ, മഹാരാജ തുടങ്ങിയ സിനിമകൾ ഇന്ത്യക്കാരുടെ സെർച്ചിൽ പിന്നാലെയുണ്ട്. ഈ പട്ടികയിൽ 7ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സും 10ാം സ്ഥാനത്ത് ആവേശവുമുണ്ട്. ഹീരാമണ്ടിയാണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം സെർച്ച് ചെയ്ത OTT ഷോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഗൂഗിൾ സെർച്ചാണ് നിയർ മീ സെർച്ചുകൾ. ആവശ്യമുള്ള കാര്യം എന്തായാലും അത് തൊട്ടടുത്ത് ലഭ്യമാവുന്നത് എവിടെയെന്നറിയാനാണ് ഈ സെർച്ച്. ഈ വർഷം നിയർ മീ സെർച്ചിൽ വായു ഗുണനിലവാര സൂചികയെക്കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ തിരച്ചിലുണ്ടായത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിയർ മീ എന്നതായിരുന്നു ഈ വിഭാഗത്തിലെ ഒന്നാമത്തെ സെർച്ച് ടേം. തൊട്ടടുത്ത് ഓണസദ്യ ലഭ്യമാകുന്നത് എവിടെയെന്നതും ഇന്ത്യക്കാർ ഈ വർഷം തെരഞ്ഞ പട്ടികയിൽ മുന്നിലുണ്ട്. ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓൾ ഐസ് ഓൺ റഫ എന്ന വാക്യത്തിന്റെ അർത്ഥമാണ് ഇന്ത്യക്കാർ 2024 ഏറ്റവും അധികം തെരഞ്ഞ മറ്റൊരർത്ഥം. മെയ് 26 രാത്രി റഫേലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് മേൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 45 പേർ വെന്തു മരിച്ചതോടെയാണ് ഈ ക്യാമ്പയിൻ ശക്തമായത്. ഇനി മീമുകളിലൂടെയും ജെൻസി ലിംഗോകൾ വഴിയും വൈറലായ പൂക്കി, ഡെമ്യൂർ, മോയെ എന്നീ വാക്കുകളുടെ അർത്ഥവും ഇന്ത്യക്കാർ കാര്യമായി തിരഞ്ഞിട്ടുണ്ട്. ഗൂഗിളിന്റെ ഹം ടു സെർച്ച് ഫീച്ചർ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പാട്ടാണ് നദാനിയാൻ. മലയാള സിനിമയിലെ ആവേശത്തിലെ ഇലുമിനാറ്റി എന്ന പാട്ട് ഈ പട്ടികയിൽ 3ാം സ്ഥാനത്തുണ്ട്. ഇനി അവസാനമായി ഈ വർഷം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഗൂഗിൾ റെസിപ്പി ഒരു കോക്ടെയിലിനെ കുറിച്ചായിരുന്നു. പോൺസ്റ്റാർ മാർട്ടിനി എന്ന കോക്ടെയിലിന്റെ റെസിപ്പിയാണിത്. ഈ ലിസ്റ്റിൽ 2ാമത് മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ്. നമ്മുടെ നാടൻ ചമ്മന്തിയും സദ്യകളുടെ കറികളുടെ റെസിപ്പിയും പുറകെയുണ്ട്. ഇനി ആഗോളതലത്തിലാകട്ടെ US പ്രസിഡൻഷ്യൽ ഇലക്ഷനും കോപ്പ അമേരിക്കയും ഇൻസൈഡ് ഔട്ട് സിനിമയുമാണ് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞത്. ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ വ്യക്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. iPhone 16ന്റെ റിലീസും കെൻഡ്രിക് ലമാറിന്റെ നോട്ട് ലൈക്ക് അസ് എന്ന പാട്ടുമൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്യപ്പെട്ട വിഷയങ്ങൾ. ഏതായാലും സംഭവബഹുലമായ 2024ലേക്കുള്ള ഒരു എത്തിനോട്ടമാകുന്നുണ്ട് ഗൂഗിൾ പുറത്തുവിട്ട ഈ കണക്കുകൾ.